എന്നോട് ആദ്യം ഇദ്ദേഹം പറഞ്ഞു ഞാൻ തുടങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമപ്രായക്കാരാണ്, ഒരേ വർഷം ജനിച്ചവരാണ്. പക്ഷേ ഒരു 2 മാസത്തെ മൂപ്പ് അദ്ദേഹത്തിനുള്ളതുകൊണ്ട് മൂത്തോർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നാണ്. പക്ഷേ ഇത് 2 തവണയും മധുരിക്കുന്ന ഒരു നെല്ലിക്കയാണ്. കാരണം കുണ്ടറയിലെ ജനങ്ങൾ ഇന്നലെ ആ നെല്ലിക്കയുടെ മധുരം അറിഞ്ഞിട്ടിരിക്കുകയാണ്. 4,10,00,000 രൂപ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് കുണ്ടറ മണ്ഡലത്തിൽ അനുവദിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ കുണ്ടറക്കാരിയിരിക്കുന്ന സമയത്താണ് കോഴിക്കോട്ട് ഇവിടെ രാഷ്ട്രീയവുമായി പുലബന്ധമില്ലാത്ത എന്നാൽ ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഏത് സിനിമയിൽ ഉണ്ടാകും താനും ആ സംഭാഷണത്തിലേക്ക് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകത്തിൻ്റെ റിലീസിനോട് അനുബന്ധിച്ച് നടത്തുന്ന സംഭാഷണത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പൊതുവെ രാഷ്ട്രീയക്കാരാണ് തന്ത്രശാലികൾ എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഞാൻ ആദ്യം സംസാരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ കൃത്യമായി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു സിനിമ, തിയേറ്ററിൽ കണ്ട സിനിമ രേഖാചിത്രമാണ്. നമ്മുടെ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം. യഥാർത്ഥത്തിൽ ആ സിനിമയിൽ മമ്മൂട്ടി ഒരു പ്രധാന കഥാപാത്രമല്ല, ഒരു സീനിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് AI ഉപയോഗിച്ചിട്ടാണെന്ന് പറയപ്പെടും. ഞാനതിൻ്റെ സാങ്കേതികത്വത്തിലേക്കോ രഹസ്യത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. പക്ഷേ എന്നാൽ ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ആ സിനിമയിൽ മമ്മൂട്ടി നിറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെയാണ് മമ്മൂട്ടി മലയാളിക്ക്. മമ്മൂട്ടി മലയാളിക്ക് ഒരു സിനിമാ നടൻ എന്നത് മാത്രമല്ല, മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂട്ടി. നമ്മുടെ വീട്ടിലെയൊക്കെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ ഗൗരവത്തോടു കൂടി പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന, മലയാളി അനുഭവിക്കുന്ന ഒരു വികാരമാണ് മമ്മൂട്ടി. ഞാൻ അങ്ങയുടെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള, എനിക്ക് തോന്നുന്നു ബിപിൻ 3 പുസ്തകങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ എഴുതിയ 7ഓളം പുസ്തകങ്ങൾ ആ വഴി ഈ വഴി പല വഴി മമ്മൂട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഇന്നിവിടെ റിലീസ് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ പുസ്തകത്തിലും തുടക്കത്തിലും ഒടുക്കത്തിലും മമ്മൂട്ടി ഉണ്ട്. ഞാൻ അങ്ങയുടെ ആ പുസ്തകത്തിൽ നിന്നാണ് മമ്മൂട്ടി ഓത്തുപള്ളിക്കുടത്തിലെ നാടകത്തിൽ നിന്നാണ് ആദ്യമായി അഭിനയിച്ച് തുടങ്ങുന്നത്. ഓത്തുപള്ളിക്കുടത്തിൽ ലഭിക്കുന്ന ഇടവേളകൾ, കൂട്ടുകാരെല്ലാം കൂടി അഭിനയിക്കുന്ന നാടകം. അതിനുശേഷം അദ്ദേഹം പിന്നീട് മഹാരാജാസിൽ പഠിക്കാൻ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരാധിച്ചിരുന്നത് ഫാസിൽ, നെടുമുടി വേണു തുടങ്ങിയ ആളുകളെയാണ്. ഫാസിലിൻ്റെ മിമിക്രിയിൽ ഇഷ്ടം തോന്നി. മിമിക്രിക്കാരനാകാൻ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടിയെക്കുറിച്ച് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു മിമിക്രി അഭിനിവേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അധികം ആർക്കും അറിവുള്ളതല്ല. ഫാസിലിൻ്റെ മിമിക്രിയിൽ ആകർഷനായി മിമിക്രി പഠിക്കാൻ പോയി. പിന്നെ YFA എന്ന് പറഞ്ഞൊരു ക്ലബ്ബുമായി ബന്ധപ്പെട്ട് വീണ്ടും നാടകത്തിലേക്ക് പോയി. പിന്നെ ലോ കോളേജിൽ നിന്ന് LLB കഴിഞ്ഞ് നേരെ മഞ്ചേരിയിൽ പോകുന്നു, വക്കീലാകുന്നു. പിന്നീട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ മലയാളികളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ ആരും പറയണ്ട. ഇവിടെ ഇരിക്കുന്ന ആരെ വേണമെങ്കിലും ഈ കസേരയിൽ എനിക്ക് പകരം ഇരുത്തി, ബിബിന് പകരം ഇരുത്തി മമ്മൂട്ടി കഥകൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചരിത്ര പുരാണത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് പ്രായമാകുന്നില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ഒരു 30 കൊല്ലമാണ് മമ്മൂട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രായമായിട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി വിവിധ കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. 400-ലധികം സിനിമകളായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ ഗൗതം വാസുദേവ് മേനോൻ്റെ സിനിമയും കൂടെ കൂട്ടുമ്പോൾ 400-ലധികം സിനിമകളായി. അതിൽ 200-ലധികം വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് മമ്മൂട്ടിയുടേത്. അപ്പോൾ ചില വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ പരിശോധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പൊന്തൻ മാടയും വിധേയനും എനിക്ക് തോന്നുന്നു 1 വർഷം ഇറങ്ങിയ സിനിമകളാണ്. നാഷണൽ അവാർഡ് ഒരുമിച്ചാണ് പോയത്. 2 എക്സ്ട്രീമാണ്. പൊന്തന്മാടയിൽ നസറുദ്ദീൻ ഷായുടെ പൊസിഷനിലാണ്, വിധേയനിൽ
മമ്മൂട്ടി നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ആ രണ്ടും ഒരേ വർഷം 2 എക്സ്ട്രീമിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ആദ്യത്തെ നാഷണൽ അവാർഡും അങ്ങനെ തന്നെയായിരുന്നു. വടക്കം വീരകഥയിലെ ചന്തുവും ഒപ്പം മതിലുകളിലെ വൈക്കം മുഹമ്മദ് ബഷീർ. അതെ 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 അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അംബേദ്കറായി, ബഷീറായി, YS രാജശേഖര റെഡ്ഡിയായി, ബയോപിക്കിലൊക്കെ വന്നു. അത് അന്നേരം എല്ലാം തന്നെ ഈ ഇപ്പോൾ ചന്തു എന്ന് പറഞ്ഞാൽ അതൊരു കഥാപാത്രമാണ്, MD യുടെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വടക്കം പാട്ടുകൾ കേട്ടും വായിച്ചിട്ടും ഉള്ളതാണ്. പക്ഷേ അംബേദ്കർ നമുക്കറിയുന്ന, അനുഭവിച്ച, കണ്ട ചരിത്രരേഖകളുള്ള വീഡിയോസുള്ള ഒരാളാണ്. അത് മമ്മൂട്ടി എടുക്കുകയാണ്. അതുപോലെ YS രാജശേഖര റെഡ്ഡിയും അതെല്ലാം തന്നെ കൃത്യമായി നമുക്ക് ഫലിപ്പിക്കുന്നു. അപ്പം ഞാൻ സൂചിപ്പിച്ചത് മമ്മൂട്ടിക്ക് പ്രായമാകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂട്ടുന്നത് ഈ ഒരു 30 വയസ്സുള്ള ഒരു പ്രായമേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ളതെല്ലാം ഈ കഥാപാത്രങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൽ നമ്മൾ അറിയാതെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബിപിൻ എങ്ങനെയാണ് ഈ മമ്മൂട്ടി ഇഷ്ടം? ഞാൻ അങ്ങയുടെ പുതിയ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു വായിച്ചത്, എനിക്ക് വായിക്കാനൊരു അവസരം DC ബുക്സ് തന്നതുകൊണ്ട്, മമ്മൂട്ടി താങ്കളുടെ അധ്യാപകനായിരുന്നു എന്ന് വായിച്ചു. എങ്ങനെയാണ് മമ്മൂട്ടി, എനിക്ക് മനസ്സിലായി, ഇവർക്ക് മനസ്സിലായിട്ടില്ല, മമ്മൂട്ടി എങ്ങനെ മമ്മൂട്ടി മാഷായി എന്നതിനെക്കുറിച്ച് ഇവരോട് വിശദീകരിക്കുക. ഇത്തരം കഥകൾ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്കെല്ലാവർക്കും മമ്മൂട്ടിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടാവും, യൂണീക്കായിട്ടുള്ള ഒരു അനുഭവം പറയാനുണ്ടാവും. കാഴ്ചാനുഭവമായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടതിൻ്റെ അനുഭവമായിരിക്കാം, സിനിമ കഥാപാത്രം എന്നുള്ള നിലയിലായിരിക്കാം. അപ്പോൾ കേരളത്തിൽ അധികം പേർക്ക് കിട്ടിയിട്ടില്ലാത്തൊരു സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, എന്തോ ഒരു കോയിൻസിഡൻസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന സിനിമ യവനികയാണ്. അത് മമ്മൂട്ടി പടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാസറ്റ് എന്ന് പറയുന്ന അത്ഭുതം കാണുന്നത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അതിലിട്ട് ആദ്യം കാണുന്ന പടം കൂടെവിടെയായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു തിയേറ്ററിൽ പോയി ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത്. അത് IB ശശി സാറിൻ്റെ നാൽക്കവലയായിരുന്നു. അതിലെ നായകൻ മമ്മൂക്കയായിരുന്നു. അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫിലിം റിവ്യൂ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന പടം റിവ്യൂ ചെയ്തുകൊണ്ടാണ്. ആ റിവ്യൂവിന് ശേഷമാണ് മലയാളം വാരികയിൽ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി, ഒരു കൾച്ചറൽ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള അവസരം മരിച്ചുപോയ ജയേന്ദ്രൻ സാർ വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യുന്നത്. സത്യത്തിൽ അതും കൂടിയായിരുന്നു ഒരു സിനിമയിലേക്കുള്ള ഓപ്പണിങ് തന്നതെന്ന് പറയാം. അങ്ങനെ ആ ലേഖനം വിപുലീകരിച്ച് ഒരു എഡിറ്റഡ് വർക്കായിട്ട് മമ്മൂട്ടി കാഴ്ചയും വായനയും എന്ന് പറഞ്ഞ് DC ബുക്സ് തന്നെ ഒരു പുസ്തകം ഇറങ്ങുന്നു. അതിനുശേഷം മഹാനടൻ എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് എഴുത്തിന് കിട്ടുന്നത് ഈ മമ്മൂട്ടി കാഴ്ചയും വായനയും എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അതിനുശേഷം ഒരു ദിവസം പോലും ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടില്ലാത്ത ഒരാൾ സിനിമയിലേക്ക് എടുത്തു ചാടി വരുന്നത്, പെട്ടെന്ന് എനിക്കൊരു കോൾ വരുന്നു. ഞാൻ പണ്ട് മഹാരാജാസ് കോളേജ് മാഗസിനിൽ SB കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു സാജാത്യം, അദ്ദേഹം ശാസ്താംകോട്ട DB കോളേജിലും ഞാൻ SB കോളേജിലും 2 എതിർ രാഷ്ട്രീയ കക്ഷികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റ് സെക്രട്ടറിമാരായിരുന്നു എന്നുള്ളതാണ്. ഞാൻ രാഷ്ട്രീയക്കാരനായി ജീവിക്കാമെന്ന് കരുതിയ ഞാൻ സിനിമയിലേക്ക് എത്തുകയും അന്ന് ഒന്നാം തരം കലാകാരനായിരുന്ന PC വിഷ്ണുനാഥ് കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായി തീരുകയും ചെയ്തു. വിധിയുടെ ഒരു വിളയാട്ടം എന്നല്ലാതെ എന്ത് പറയാൻ. അങ്ങനെ ആഷിഖ് PA എന്ന് പറയുന്ന മഹാരാജാസുകാരൻ്റെ മാഗസിനിൽ SB കോളേജിലെ മാഗസിൻ എഡിറ്ററായിരുന്നു ഞാൻ വാടകയ്ക്ക് എഴുതാൻ പോവുകയും ആ എഴുത്ത് മാത്രം കണ്ടുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു കോൾ വരികയാണ്, ഒരു മമ്മൂട്ടി പടം ഞാൻ ചെയ്യുന്നു, നിനക്കത് എഴുതാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ആ ആഷിഖ് PA ആണ് ഇന്നത്തെ ആഷിഖ് അബു. അങ്ങനെ ഡാഡി കൂളാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ സംഭാഷണം എഴുതുന്ന ചലച്ചിത്രം. ഈ പടത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീനിലാണ്. കാരണം എടുത്ത പൊങ്ങാത്ത നികേഷ് കുമാറിനെയൊക്കെ അനുകരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു 3-4 പേജുണ്ട് ഒറ്റ ഡയലോഗ് തന്നെ. ഇത് മറ്റൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് തന്ത്രശാലിയായ ആഷിഖ് എൻ്റെ തലയിൽ ആ പുണ്യഭാരം കെട്ടിവെക്കുകയും ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം മമ്മൂക്ക ജോയിൻ ചെയ്യുന്ന ദിവസം ഞാനും അദ്ദേഹവും തമ്മിലുള്ള കാണ്ടങ്ങളുള്ള അവസാനം പുള്ളി പറഞ്ഞു ശ്വാസം വിടറോ എന്നൊന്ന് പറഞ്ഞ്, നമ്മൾ മറ്റേ വിറച്ചുകൊണ്ടാണല്ലോ ഇത് പറയുന്നത്, സിംഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ. അങ്ങനെ അതിനുശേഷം ആദ്യമായിട്ട് ജീവിതത്തിൽ തിരക്കഥ എഴുതുന്ന സിനിമ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന മാർട്ടിൻ പ്രക്കാട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആ പടമാണ്. ഇങ്ങനെ മമ്മൂട്ടി നിതാന്ത സാന്നിധ്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നമ്മൾ ഈ ഡോറിൻ്റെ മുകളിൽ കർത്താവ് ഈ വീടിൻ്റെ രക്ഷകൻ എന്നൊക്കെ എഴുതുന്ന പോലെ മമ്മൂട്ടി ഈ വീടിൻ്റെ രക്ഷകൻ എന്ന് എഴുതി വെക്കണമെന്ന്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ചെയ്യുന്ന പടം ABCD എന്ന് പറയുന്ന പടമാണ്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു,
മമ്മൂട്ടി മാത്രമല്ല മമ്മൂട്ടിയുടെ മോനും ഈ വീടിൻ്റെ രക്ഷകൻ എന്ന് എഴുതി വെക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ദുൽഖറിൻ്റെ പടം സംസാര ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ ആദ്യം മമ്മൂക്കയെ കാണുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചൊരു അഭിനയ പരിശീലന കളരിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഒരു വലിയ പത്രസ്ഥാപനം നടത്തുന്ന പരിപാടിയാണ്. അവർ ചെന്ന് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി നോ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഈ അഭിനയ കളരിയിൽ പിള്ളേർക്ക് 2 അക്ഷരം അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്കെന്താ പറ്റത്തില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വരാം, ഉദ്ഘാടനമൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അവർ തുള്ളിച്ചാടി വരുന്നു, ഞങ്ങളും ഭയങ്കര ഹരത്തിലായി. പുള്ളിക്കാരൻ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് വരുന്നു, ക്ലാസ് എടുക്കുന്നു. പുള്ളി കമലഹാസൻ്റെ നടപ്പ് കാണിക്കുന്നു. പുള്ളി സേതുരാമയ്യരായിട്ട് നടക്കുമ്പോൾ ബോഡി ലാംഗ്വേജിൽ വരുത്തിയ മാറ്റങ്ങൾ കാണിക്കുന്നു. ഓഗസ്റ്റ് 1 പുള്ളി ചെയ്തിട്ടുള്ള പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൈ വിരിച്ചുള്ള നടത്തം കാണിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ വണ്ടറടിച്ച് നിൽക്കുകയാണ്. നമ്മൾ സിനിമയെ മാത്രം കണ്ടിട്ടുള്ള ഒരാൾ, അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, മൊബൈലില്ലാത്ത ഒരു കാലത്ത് നമ്മൾ നേരിട്ട് മമ്മൂട്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി അഭിനയിക്കുന്നത് കാണുകയാണ്, മമ്മൂട്ടി ക്ലാസ് എടുത്ത് തരികയാണ്. അവസാനം നിങ്ങൾക്ക് ചോദിക്കാനൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒന്ന് പ്രൊവോക്ക് ചെയ്യുകയും കൂടെ ചെയ്തപ്പോൾ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു കഥാപാത്രത്തിൻ്റെ തടവിലായിരിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് 2 പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ്. അപ്പോൾ സെൻറ്റ് തെരേസാസ് കോളേജിലെ പിള്ളേരൊക്കെ ഇരിക്കുന്ന ഒരു വേദി ആയതുകൊണ്ടും പുള്ളി പ്രൊവോക്ക് ചെയ്തതുകൊണ്ടും ഒരല്പം ആളാകാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണീറ്റ് പറഞ്ഞു, ഈ 2 പടമൊക്കെ ചെയ്യുമ്പോഴത്തേന് 2 തടവിലായിരിക്കുമോ നിങ്ങളെന്ന് ഞാൻ ചോദിച്ച്. പുള്ളി വളരെ സമർത്ഥമായിട്ട് അതിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു ഇങ്ങനെ മരവിളകുന്നു എന്തോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പെൺപിള്ളേരുടെ മുമ്പിലിട്ട് എന്നെ നാറ്റിച്ച്. അതേ, ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, ഉത്തരം പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയും കൂടെ വേണം. ഞാൻ പിന്നീട് ഇത്രയും കാലം അധ്യാപകനായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർത്ത് വച്ചിരിക്കുന്ന വരിയാണ്, നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം പോരാ, പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഗുണം. അത് ഏത് മനുഷ്യനും ആയിക്കൊള്ളട്ടെ. ഇത് റേഡിയോ പരിപാടിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡയലോഗ് തന്നെയാണ് മനുഷ്യർക്കിടയിൽ നടക്കുന്നത് എന്ന് പറയുന്നൊരു പാഠം കിട്ടിയ അന്ന് കേരളത്തിലെ ഒരു 30ഓളം വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഭാഗ്യം ലഭിച്ചിരുന്നു. അപ്പോൾ മമ്മൂട്ടി മാഷെ എന്ന് വിളിക്കുന്ന, പുള്ളിക്കാരൻ മാഷ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടാകും, അല്ലാതെ തമാശയ്ക്ക് മാഷ എന്ന് വിളിക്കുന്നവരുണ്ടാകും. ഒറിജിനൽ അർത്ഥത്തിൽ മാഷെ എന്ന് വിളിക്കാനായിട്ട് യോഗ്യതയുള്ള 30 പേരുടെ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. ഇത്തരം ചില കഥകളും സിനിമാ നടന്മാരെ പറ്റി, സിനിമകളെപ്പറ്റി, നിന്നെ അതിശയിപ്പിച്ചിട്ടുള്ള സിനിമകളെ പറ്റിയിട്ട്, ചലച്ചിത്ര നടന്മാരെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് മമ്മൂക്കയെക്കുറിച്ചിട്ടൊക്കെയുള്ള ഇത്തരത്തിലുള്ള അനക്ഡോട്ട്സുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ലൈറ്റ് റീഡബിൾ എന്നുള്ള ഇനത്തിൽപ്പെടാവുന്ന തരത്തിലുള്ള ദാർശനിക ഭാരങ്ങളൊന്നുമില്ലാത്ത, അക്കാഡമിക ഭാരങ്ങളൊന്നുമില്ലാത്ത, ഈസിലി നമുക്ക് റീഡ് ചെയ്ത് പോകാവുന്ന തരത്തിലുള്ള കുറിപ്പുകളുടെ ഒരു പുസ്തകമാണ്. നിങ്ങൾ പക്ഷേ ഇത്രയും വിനയമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയിൽ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം മനസ്സിലായത് ഈ പുസ്തകത്തിന് മമ്മൂട്ടി കമ്പനി എന്ന് പേരിടാൻ എന്തായാലും പുള്ളിയുടെ അനുവാദമില്ലാതെ പറ്റത്തില്ല. അത് അദ്ദേഹം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? മമ്മൂട്ടി കമ്പനി, അത് ഞാൻ തന്നെ, എനിക്ക് പുസ്തകത്തിൻ്റെ പേര് DC ബുക്സ് എന്ന് പറഞ്ഞു, മമ്മൂട്ടി കമ്പനി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ മമ്മൂട്ടി കമ്പനി നമുക്കെല്ലാം ഇപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു നിർമ്മാണ ശാലയാണ്. കാരണം ഒരുപാട് സിനിമകൾ വന്നല്ലോ. ഇപ്പോൾ റോഷാക്ക് വന്നു, നൻപകൻ നേരത്ത് മയക്കം വന്നു, കാതൽ വന്നു, ഡൊമിനിക് അടക്കം ഇപ്പോഴത്തെ പുതിയ ഡൊമിനിക് വന്നു. മമ്മൂട്ടി, സത്യം പറഞ്ഞാൽ പലപ്പോഴും പല നടന്മാരെക്കുറിച്ച്, മമ്മൂട്ടിയെക്കുറിച്ച് അടക്കം പറയാറുണ്ട്, കണ്ണ് അവർക്ക് ആയുധമാണ്, കണ്ണ് വെച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. കണ്ണിൻ്റെ ഏർപ്പാടില്ല, പറ്റത്തില്ല, അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് നമുക്കിപ്പോഴും ആ തിരുവനന്തപുരം സ്ലാങ്ങിൽ വന്ന പടം എന്നത് മാത്രമല്ല, മുഴുവൻ സമയവും കൂളിംഗ് ഗ്ലാസ്സിൽ അഭിനയിക്കും. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോ 50 കിലോമീറ്റർ കഴിയുമ്പോഴും ഭാഷയുടെ താളവും ഈണവുമൊക്കെ മാറുന്ന ഒരു സ്ഥലമാണ് കേരളം. പിന്നെ പാറശാലയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് മാറി, പിന്നെ കൊല്ലത്ത് വരുമ്പോൾ മാറി, കൊച്ചിയിൽ വരുമ്പോൾ മാറി. പക്ഷേ ഇപ്പോൾ രാജമാണിക്യത്തിൽ നിന്നും ആരിപ്രാഞ്ചിയിലേക്ക് വരുമ്പോഴേക്കും എത്ര ഗംഭീരമായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ് തൃശ്ശൂർ വരുന്നത്. നമ്മുടെ കാസർഗോട്ടെ ഷേണായി അത് വരുമ്പോൾ അവിടെ എക്സ്ട്രീമായി, രാഘവൻ നായർ സംസാരിക്കുന്നത് വേറെ രൂപത്തിലാകുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഒരു മനുഷ്യൻ ഇത്രയും കാലം ഇങ്ങനെ മലയാള സിനിമാ ലോകത്തിനും മലയാളിക്കും അഭിവാജ്യമായ ഒരു കാര്യമായി നിൽക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഠിനാധ്വാനം, സമർപ്പണം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ, ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ, ഇത്രയും പുതിയ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നതിൻ്റെ ഒരു കാരണം
ഈ ചെറുപ്പക്കാരെ പുള്ളി കൂടെ കൂട്ടി അവരുടെ ചെറുപ്പം പുള്ളി എടുക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പുള്ളി എന്തോ ചെറുപ്പക്കാർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, അവരെ വളരാൻ അനുവദിക്കുന്നു എന്നൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധാരണയെങ്കിലും ഈ ചെറുപ്പക്കാരെന്നല്ല. ഇപ്പോൾ ഭ്രമയുഗത്തിൽ ചെയ്ത രാഹുൽ, ഇപ്പോൾ കലൂർ ഡെന്നീസിൻ്റെ മകൻ്റെ സിനിമ ബസൂക്ക വരാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ ഇപ്പോൾ വിനായകൻ്റെ കൂടെ മമ്മൂട്ടി വരുന്ന സിനിമയിൽ അത് പുതിയ നടനാണ്. ഇപ്പോൾ ഈ രേഖാചിത്രത്തിലെ ജോഫിന് പോലും അവന് 25 വയസ്സ് താഴെ പ്രായമുള്ളപ്പോഴാണ് പ്രീസ്റ്റിൽ അഭിനയിക്കാൻ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നത്. അപ്പം ഇത്രയേറെ പുതിയ സംവിധായകരെ പുള്ളി കൂടെ കൂട്ടുന്നു, അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വ്യക്തിപരമായി എനിക്ക് കിട്ടിയ ഒരുപാട് ഭാഗ്യങ്ങളിൽ ഒന്നാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനും സൗഹൃദം ഉണ്ടാകാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം അനുവദിച്ച് തന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോഴെല്ലാം നമുക്കായിട്ട് സംസാരിക്കുമ്പോൾ അതേ എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല ധാരണയുണ്ട്, പറഞ്ഞു പറ്റിക്കാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച്, പുതുതായിട്ട് ഇറങ്ങുന്ന പുസ്തകത്തെക്കുറിച്ച്, ലോകത്തുള്ള വലിയ മാറ്റം, അദ്ദേഹത്തെക്കുറിച്ച് പുതിയ കാറുകളെക്കുറിച്ചും ഇലക്ട്രോണിക് ഉപകരണങ്ങളെക്കുറിച്ചും മാത്രമല്ല, ലോകത്തിൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള അപ്ഡേഷൻ അദ്ദേഹത്തിനുണ്ട്. ഞാൻ പണ്ടൊരു ഡയലോഗ് ഇതേപോലെ കുണ്ടറെ പറ്റിയിട്ടൊരു ഡയലോഗ് എന്തോ ഒരു സാധനത്തിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു. നമ്മൾ ഈ പ്രാസത്തിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, കുണ്ടറ ഈസ് എ വണ്ടർഫുൾ കൺട്രി അണ്ടർ ദി കൺട്രോൾ ഓഫ് മൺറോ വേർ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. അപ്പോൾ പുള്ളി അതിൻ്റെ മിച്ചം പറയാം, വേർ ഇറാസ് ആൻഡ് ഈറ്റാസ് മേക്കിംഗ് കൂട്ടാസ് ആൻഡ് വട്ടീസ്. അപ്പോൾ ഇത് എവിടെയോ ഞാൻ കേട്ടിട്ടിങ്ങനെ നമുക്ക് പകുതി അറിയാവുന്ന കാര്യത്തിൻ്റെ ബാക്കി കാര്യം കൂടെ പുള്ളി ഫില്ല് ചെയ്ത് തരികയാണ്. എന്നോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടും. പറയും ഷൂട്ടിങ് കഴിഞ്ഞാൽ വേറെ പോകേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോകാറില്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട്, ആ സമയം ഞാനിതിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ പുള്ളിയുടെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രമാണ്. മമ്മൂട്ടിക്ക് ഇപ്പോൾ ആ പുസ്തകം വായിക്കേണ്ട ഒരു കാര്യവുമില്ല, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചെയ്യുന്ന സിനിമയായിട്ട് ബന്ധമില്ല, അദ്ദേഹത്തിൻ്റെ മേഖലയല്ല. അപ്പോൾ ഞാൻ മേശപ്പുറത്ത് അപ്പോൾ ഇരിക്കുന്ന പുസ്തകമായതുകൊണ്ട് എന്തായാലും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണെന്ന് മനസ്സിലായി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രം അവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ അതുമാത്രമല്ല, ഇവരുടെയൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്താ പറയുക, നമ്മൾ ജീവിതാനുഭവങ്ങൾ അറിയുന്ന പോലെ ബസ്സേ യാത്ര ചെയ്തോ. ഒരു കുന്നായ്മ ചോദ്യം ചോദിക്കട്ടെ. നമ്മളെ സിനിമകളിലൊക്കെ പൊതുവേ ഇപ്പം മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് രാഷ്ട്രീയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ആദർശത്തിൻ്റെ പരിവേഷം ഇട്ടിരിക്കുന്ന വേഷങ്ങൾ മുഴുവൻ ഒരു ഇടതുപക്ഷ ലൈനിലുള്ള സാധനം, ഒരു നയം വ്യക്തമാക്കുന്ന ഒഴികെ ബാക്കി ഒരൊറ്റ കോൺഗ്രസ് വേഷം കാണാനായിട്ടുള്ള ഇത് പൊതുവെ ഈ പ്രതിദാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ടല്ലോ. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കളുടെ റിസർച്ച് ഇച്ചിരി കുറഞ്ഞു പോയി. കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ ബയോപിക്കാണ് അല്ല യാത്ര, അങ്ങനെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ബിപിൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ബോധ്യമൊക്കെ ഉള്ള ആളാണ്. മമ്മൂട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ്. പക്ഷേ മമ്മൂട്ടി കാണുന്ന ഒരു പ്രത്യേകത, ആ രാഷ്ട്രീയ ബോധ്യം നിലനിൽക്കെ തന്നെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിലേക്ക് നിന്നു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിലുള്ളിൽ നിന്നിട്ടില്ല. രാഷ്ട്രീയ ബോധ്യം, പ്രത്യയശാസ്ത്ര ധാരണ അതൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ പോയി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പലതും പറയും, പുള്ളി തിരിച്ചു പറയും, പുള്ളിയുടെ കാര്യം സ്ഥാപിച്ചെടുക്കും. ഒച്ചയിടുകയൊക്കെ ചെയ്യുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തന്നെ താൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കേട്ടോ, എല്ലാം സ്ഥാപിക്കും. എന്നാൽ പോലും പുള്ളിയുടെ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയായിട്ട് കേരളത്തിൽ ഏറ്റവും അധികം അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി മമ്മൂട്ടിയായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പരിശോധന കഴിഞ്ഞ് തിരിച്ച് ദുബായിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ വന്നപ്പോൾ ദുബായിലുണ്ടായിരുന്ന മമ്മൂക്ക വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വലിയ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്ര ധാരണയുണ്ട്, രാഷ്ട്രീയ ബോധ്യമുണ്ട്. പക്ഷേ സൗഹൃദങ്ങൾ കൂടുതലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധാരണയുടെ പുറത്താണ് എന്നുള്ളതാണ്. കണ്ടോ, ഒരു കോൺഗ്രസ്സുകാരന് അതിനെപ്പറ്റി കൃത്യമായി സംസാരിക്കാനുള്ളൊരു ഇടതുപക്ഷ ധാരണ ഉണ്ടായിരുന്ന ഒരാൾ ഇട്ട് കൊടുത്തത്. ആരാണ് പറഞ്ഞത് ഇടതുപക്ഷത്തിന് സഹിഷ്ണുതയില്ലെന്നുള്ളത്? അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആൻഡ്രൂ ജോസഫിനെ രാത്രി വിളിച്ച സമയത്ത് പുള്ളി പറയുന്നത് മമ്മൂക്കയുടെ കൂടെ സംവിധായകൻ ഷാഫി കുറച്ച് ക്രിട്ടിക്കലായിട്ട് എറണാകുളത്ത് ആശുപത്രിയിലാണ്. അദ്ദേഹം മായാവി, തൊമ്മനും മക്കളുമൊക്കെ മമ്മൂട്ടിക്ക് കൊടുത്ത സംവിധായകനാണ് ഷാഫി. അപ്പം ഒരു നായക നടന്, മെഗാസ്റ്റാറിന് ഈ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിൻ്റെ പഴയൊരു പടത്തിൻ്റെ സംവിധായകൻ്റെ ആരോഗ്യസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ പറയില്ല, നമ്മൾ അറിയപ്പെടാത്ത മമ്മൂട്ടി. ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു. മമ്മൂട്ടിയുടെ
ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ളവർ ഈ കുട്ടിയുടെ അവരുടെ മകളുടെ സമ്പൂർണ്ണമായ ചികിത്സ സൗജന്യമായിട്ട് നിംസ് ആശുപത്രിയിൽ ചെയ്തു. അതൊന്നും ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം എല്ലാ രോഗമുള്ള സ്ഥലത്ത് ആളുകളെ പോയി കാണുന്നു, മരണം ഉണ്ടായാൽ അവിടെ പോയി ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയെല്ലാം ഒരു മഹാനടൻ, താരം എന്നൊക്കെ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു മമ്മൂട്ടി കൂടിയുണ്ട്. അതുകൂടെ കൊണ്ടാണ് മമ്മൂട്ടി കൂടുതൽ കേരളത്തിൻ്റെ സമൂഹത്തിൽ പ്രസക്തനാകുന്നത്. ഇത് ഇത്രയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സീസൺഡ് രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്ന സംസാരമല്ല. സിനിമയെ, കലയൊക്കെ സ്നേഹിക്കുന്ന ആ പഴയ കലാകാരൻ മരിക്കാതെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇതിത്രയും ഇങ്ങനെ ആധികാരികമായിട്ട് വളരെ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഷോർട്ട് ഫിലിമിൽ പാട്ട് പാടിയ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പോൾ രേഖാചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് രേഖാചിത്രത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും പ്രിയപ്പെട്ട മമ്മൂട്ടി സിനിമയിലെ 2 വരിയൊന്ന് ഈ കേൾക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാൻ പറ്റുമോ? രേഖാചിത്രം പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണോ? ഞാനൊരു പാട്ടുകാരനല്ല, പ്രൊഫഷണൽ പാട്ടുകാരനല്ല, എന്നാലും ഇങ്ങനെ ഒരു ആവശ്യം, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മറ്റേ 2 വരി പാടും. വരി തെറ്റാണെങ്കിൽ എന്നെ സഹായിക്കണം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകുതിരികൾ ചാർത്തി, മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തി, മെല്ലെ കൂടെ ഞാൻ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നമ്മുടെ സംഭാഷണം ഇങ്ങനെ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ളൊരു വലിയ മര്യാദയുണ്ട്. നമ്മളെ കേൾക്കാനിരിക്കുന്നവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഇട കൊടുക്കുക. അത് ഒരാൾ അല്ലെങ്കിൽ മമ്മൂട്ടിയിൽ തന്നെ ഒതുക്കണമെന്നൊന്നുമില്ല. ഇതൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ കൂടിയാണ്. സാംസ്കാരികമായിട്ടുള്ള ഏത് മേഖലയെ സംബന്ധിക്കുന്ന സിനിമയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ അത് പ്രസക്തമാകും എന്നുള്ളത് മാത്രം. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക്. മമ്മൂട്ടിയുമായിട്ട് വളരെ അടുപ്പം ഉള്ള 2 പേരാണല്ലോ ഉള്ളത്. പ്രത്യേകിച്ചും നമ്മൾ പല ചർച്ചകളും കണ്ടിട്ടുണ്ട്. കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു മമ്മൂട്ടിയല്ല നമ്മൾ കോവിഡിന് ശേഷം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ സെലക്ഷൻ ആണെങ്കിലും പൊതുവേദികളിൽ കാണുന്ന രീതിയിലാണെങ്കിലും ഒക്കെ വലിയ മാറ്റമുണ്ട്. അപ്പം പൊതുവേ ഈ മമ്മൂട്ടി കോവിഡിന് മുമ്പേ ഉള്ള മമ്മൂട്ടിയും കോവിഡിന് ശേഷമുള്ള മമ്മൂട്ടിയും എന്ന് വേണമെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ബിബിനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ആർക്കാണെങ്കിലും അതിനെപ്പറ്റി ഒരു കമൻറ്റ് ചെയ്യാൻ. 2 പേർക്കും 2 അഭിപ്രായമുണ്ട്. 2 പേർക്കും പറയാം. ഞാൻ ഈ പോസ്റ്റ് കോവിഡ് പ്രീ കോവിഡ് മമ്മൂട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓരോ ഘട്ടത്തിൽ നമ്മളൊരു ഡെക്കേഡ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ 71 ഈ അനുഭവങ്ങൾ പാളിച്ചകളിൽ തല കാണിക്കുന്നത് മുതൽ 80 വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ വരുന്നത് വരെയുള്ള ഒരു കാലത്ത് ശ്രമിക്കുന്ന മമ്മൂട്ടി മുതൽ ഈ മാറ്റങ്ങളുണ്ട്. ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ 84, 85, 86, 87 കാലഘട്ടത്തിലൊക്കെ 34, 34, 36, 34 എന്ന് പറയുന്ന എണ്ണം പടങ്ങളാണ് ഒരു വർഷം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചർവിത ചർവണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത വേഷങ്ങൾ പിന്നെയും ചെയ്യുക, അത് ടൈപ്പ് കാസ്റ്റ് ആകുക, അതൊരു ക്ലിഷയായി മാറുക, സ്റ്റീരിയോ ടൈപ്ഡ് വേഷങ്ങളിൽ നിന്ന് കുതറി മാറാനായിട്ട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് ഇന്നത്തെ മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മൾ 2025 കാണുന്ന മമ്മൂട്ടിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. കാരണം 34 വേഷം ചെയ്യുമ്പോൾ ഒരു നടൻ ഒരു കൊല്ലം 34 ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അത്ര എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്. അതാണ് മമ്മൂട്ടിക്ക് മോഹൻലാലും മറ്റേ ഒരു കൊല്ലം ഒരു പടത്തിൻ്റെ കുറവൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ 30-ൽ പരം പടങ്ങൾ ഒരു 4 വർഷമൊക്കെ അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് മറ്റൊരു നടനും കിട്ടാത്തതിൻ്റെ ഗുണഭോക്താക്കൾ കൂടിയാണ് ഇവർ. അന്ന് നമുക്ക് 10 ദിവസം 12 ദിവസം കൊണ്ട് ഒരു പടം അടിച്ചു തീർക്കാനായിട്ട് പറ്റും. അതിന് ഭയങ്കര ഒരു കോമഡി ഉണ്ട്. നമ്മൾ ഈ പഞ്ചവടിപ്പാലം KGR സാർ
പടം എടുക്കുന്നു. അപ്പോൾ ഗാന്ധിമതി ബാലനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിൻ്റെ അടുത്ത പടം ശശികുമാർ സാർ മറ്റേ ക്യാമറ വെച്ചു ഇത് റിലീസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പുള്ളി വെച്ചിട്ട് ഒരു പടം ചെയ്യുന്നു, പത്താമുദയം എന്ന് പറയുന്ന പടം ചെയ്യുന്നു. അപ്പോൾ ബാലൻ ചേട്ടനോട് വിളിച്ചിട്ട് ശശികുമാർ സാർ പറയുകയാണ്, ബാല, ജോർജിൻ്റെ പടം 10-60 ദിവസമൊക്കെ ഷൂട്ടായി, നിൻ്റെ പോക്കറ്റ് കീറി എന്നുള്ളത് എനിക്കറിയാം. എന്നെ വെച്ച് പടം ചെയ്യാനായിട്ട് വരുന്നത് ഒരു ലാഭം ഉണ്ടാക്കുന്ന പടം ലോ കോസ്റ്റിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറച്ചിട്ട് അടിക്കാനായിട്ടാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ ബാല, ഇത് നടക്കത്തില്ല. ഇത് അങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പടമല്ല. എങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് നിന്നെ സഹായിക്കാനായിട്ട് നോക്കിയിട്ടും ഒരു 15 ദിവസം ഈ പടം ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇന്ന് മിനിമം ഒരു 90 ദിവസം 100 ദിവസമൊക്കെയാണ് ഒരു സൂപ്പർ സ്റ്റാർ പടത്തിൻ്റെ ഷൂട്ടിങ്. ഒരു നടൻ 365 ദിവസം തിരിഞ്ഞും മറിഞ്ഞും അഭിനയിച്ച് കഴിഞ്ഞാലും 5 പടത്തേക്കുള്ളിൽ നിന്ന് റിലീസാകുന്ന ഒരു പരുവം ഇല്ലാത്ത സമയത്താണ് അന്ന് ഏറ്റവും ലെങ്തുള്ള ഒരു പടത്തിൻ്റെ ദിവസം പറഞ്ഞാണ് എങ്ങനെ കളിച്ചാലും 15 ദിവസം വരും. പക്ഷേ ഇവർ ചെയ്യുന്നത് പല പല ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇവരെ ഉരുവപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഓരോ കാലം ഇപ്പോൾ ന്യൂഡൽഹിക്ക് മുമ്പ് പണി നിർത്തിയാലോ എന്ന് ഓർത്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്ന് ന്യൂഡൽഹിയിലൂടെ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ ഈ ഒരു 2010 ബെസ്റ്റ് ആക്ടർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 2020 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സെലക്ട് ചെയ്തിരുന്ന മറ്റൊരു തരത്തിലുള്ള പടങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ വരുന്ന പടങ്ങളുടെ സ്വഭാവം എൻറ്റയർലി ഡിഫറൻ്റായി. കാതൽ പോലൊരു പടം ഒരിക്കലും ജ്യോതിക പറഞ്ഞു ഇങ്ങനെ ഒരു കഥാപാത്രം, കാതലിന് മമ്മൂട്ടി ചെയ്ത കഥാപാത്രം തമിഴ് സിനിമയിലോ ബോളിവുഡിലോ നായക കഥാപാത്രം ചെയ്യുന്ന ഒരു നടനും ആ തരത്തിലൊരു കഥാപാത്രം ചെയ്യാൻ ധൈര്യം കാണിക്കത്തില്ലെന്നുള്ളതാണ് ജ്യോതിക പറഞ്ഞത്. യാത്രയിലും നിറക്കൂട്ടിലും അദ്ദേഹം തലമുട്ടയടിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റാറും തലമുട്ടയടിക്കാനായിട്ട് റെഡിയല്ലാത്ത കാലത്താണ് പുള്ളി തലമുട്ട. കോവിഡിനെ കുറിച്ച് പറയാം, അത് കോവിഡ് വെച്ചോണ്ടാ. എനിക്കൊന്ന് ലോകത്ത് കോവിഡിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഏറ്റവും അവസാനം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾ മമ്മൂക്കയാണ്. അത് കഴിഞ്ഞ് ഭീഷ്മപൂർവം പോലെ ഒരു ഹ്യൂജ് ഹിറ്റുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. മറ്റേ നമ്മൾ ഈ കൊക്കൂണിനകത്ത് നിന്ന് ആ പുഴു ചിത്രശലഭമായിട്ട് പറന്നിറങ്ങുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ കൊക്കൂണിനകത്ത് കയറുകയും അല്ലെങ്കിൽ ഓടാത്ത പടങ്ങളുടെ കുറച്ച് ഒരു പീരീഡിന് ശേഷം ഓടുക തന്നെ ചെയ്ത് കവിതാ തിയേറ്ററിൽ 1 കൊല്ലം കണ്ടിന്യൂസ് മമ്മൂട്ടി പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് കൊമേഴ്ഷ്യലി ആയാലും അല്ലാതെ ഒരു ആർട്ട് ഹൗസ് സിനിമ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ഇപ്പോൾ വിധേയൻ പോലെ ഒരു നെഗറ്റീവ് റോള് അല്ലെങ്കിൽ പൊന്തന്മാട പോലെ ഇത്രയും ഡീഗ്ലാമറൈസ് ചെയ്യുന്ന ഒരു വേഷം ചെയ്യാനായിട്ട് ഒരു നായക നടനും അന്ന് സൗത്ത് ഇന്ത്യയിൽ റെഡിയാകില്ലായിരുന്നു. ഒരു പക്ഷേ കമലഹാസൻ മാത്രം. അത് പലപ്പോഴും ഈ ഫാൻസി ഡ്രസ് ലെവലിലേക്ക് അദ്ദേഹം അതപ്പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. പക്ഷേ വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ പൊന്തന്മാട എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഈ മേക്കപ്പിൻ്റെ ഒരു ഗം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഫ്രൗൺ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന വരയെപ്പറ്റി പുള്ളിക്ക് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ പട്ടണം റഷീദ് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാനെ അതിനകത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്ന ബോധ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ അപദാനങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഫ്ലോപ്പുകളും ഒക്കെ ഏത് ആർട്ടിസ്റ്റിനെയും പോലെ അദ്ദേഹത്തിനും ഉണ്ടാകാം. പക്ഷേ അതിനകത്ത് നിന്ന് ഒരു പുതിയ രൂപത്തിലേക്ക്, പുതിയ ഭാവത്തിലേക്ക് താൻ ഒരിക്കലും സ്റ്റീരിയോ ടൈപ്ഡ് ആകാനായിട്ട് എന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നടൻ. ബേസിക്കലി അദ്ദേഹം ഒരു അഭിനയഭ്രാന്തനാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ എത്ര കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാലും പുതിയൊരു കളിപ്പാട്ടം കാണുമ്പോൾ അവൻ അതിലേക്ക് കൈ നീട്ടും എന്ന് പറയുന്നത്. പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞും ഉപയോഗിക്കുന്നതിനെ കൂടുതൽ ലഹരി പിടിപ്പിക്കുന്ന വീഞ്ഞുമാണ് മമ്മൂട്ടി. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം 0:0 ആയിട്ടുണ്ട്. 0 നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും. ഇവിടെ വളരെ സമയകൃത്യത നടക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ തന്നെ ഈ നോക്കിക്കൊണ്ട് അടുത്ത ഗസ്റ്റുകൾ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സംഭവം കൊണ്ടാണ് അവർ വന്നിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തല്ലോ. അതിൻ്റെ ഒരു കോമ്പൻസേഷൻ തന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും സന്തോഷം. ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ ഇത് വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷേ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പുസ്തകം, കുറിപ്പുകളുടെ ഒരു പുസ്തകമാണ്. ഒരു സൈനിങ് സെഷൻ ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ കാര്യം നമ്മുടെ കൊച്ചിനെ നമ്മൾ തന്നെ വേണമല്ലോ എടുത്തുകൊണ്ട് നടക്കാൻ എന്നുള്ളത് കൊണ്ട് ഒരു അഭ്യർത്ഥന നടത്തിയെന്ന് മാത്രം. എന്തായാലും നക്ഷത്രം വിരിയുന്ന കണ്ണുകളോടുകൂടി ഞങ്ങളുടെ ഈ സംഭാഷണം കേട്ടിരുന്ന നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് താങ്ക് യു.